വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാർത്തികയെ ശാലിനിയാണെങ്കിൽ കോടതിക്ക് മുന്നാകെ അവിടെ ഹാജരാക്കുന്നുണ്ട്. തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണ് ആദ്യം കോടതി മുറിയിലേക്ക് വരുന്നത്. അന്നേരം ചന്ദ്രബോസും മറ്റേ മധുശ്രീയും ഒക്കെ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട്, ഇനി എന്ത് തെളിവും കൊണ്ടാണ് ഇവൾ വരുന്നതെന്നുള്ള രീതിക്ക്. അന്നേരം 15 ദിവസത്തിനകം കാർത്തികയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാമെന്നല്ലേ ഏറ്റിരുന്നത്, അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ കാർത്തികയെ വിളിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസും മധുശ്രീയും ഒക്കെ ആകെ അങ്ങ് ടെൻഷൻ ആകുന്നുണ്ട്. അതിനുശേഷം കാർത്തികയെ കിണറ്റിൽ നിന്നും ശാലിനി രക്ഷിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ഇങ്ങനെ കോടതി മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം കാർത്തിക സാക്ഷിക്കൂട്ടിലേക്ക് കയറി നിന്നിട്ട് ഉണ്ടായ സത്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. വിഷ്ണുവിനെ ആദ്യം കണ്ടുമുട്ടിയതും എന്തിനാണ് താൻ സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നതും എന്നുള്ളത്, ഹർഷനെ കാണുമ്പോൾ കല്യാണം കഴിക്കാം, ഹർഷൻ തിരിച്ചു വരുമ്പോൾ കല്യാണം കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നീടാണ് ഈ മധുശ്രീയെ കണ്ടുമുട്ടുന്നതും മധുശ്രീ ആണെങ്കിൽ മധുശ്രീയുടെ ആവശ്യത്തിന് വേണ്ടി കാർത്തിക് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ പിന്നീടാണ് മനസ്സിലായത് എന്നുള്ളതും ഹർഷൻ വിവാഹം കഴിച്ചു എന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതും പിന്നീട് സത്യഭാമയുടെ വീട്ടിൽ നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചതും ഒക്കെയാണ് അവിടെ കാർത്തിക സത്യങ്ങളെല്ലാം അവിടെ തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ആ ഫോണിൽ നിന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങൾ ശാലിനിയും ഹർഷനും കൂടി വീഡിയോ കോൾ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുൾപ്പെടെ പറയുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു വന്ന ഭീഷണിപ്പെടുത്തിയ വീഡിയോ ഒക്കെ മധുശ്രീയാണ് എടുത്തത് എന്നുള്ളതും പിന്നീട് സത്യങ്ങളൊക്കെ കാർത്തിക അറിഞ്ഞു എന്നായപ്പോൾ തന്നെ ഫ്ലവർ വേസ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയത് മധുശ്രീയാണെന്നുള്ളതും പിന്നീട് ഗുണ്ടകളെ ഉപയോഗിച്ച് ചാക്കിൽ കെട്ടി തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയ കാര്യങ്ങൾ മുഴുവൻ അവിടെ കോടതിക്ക് മുന്നാകെ ജഡ്ജിക്ക് മുന്നാകെ എല്ലാവരും കേൾക്കെ ഇങ്ങനെ കാർത്തിക തുറന്നു പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ആകെ ടെൻഷനിൽ ചന്ദ്രബോസും പിന്നെ മധുശ്രീയും ഒക്കെ ഇരിക്കുന്നുണ്ട്. തങ്ങൾ പിടിക്കപ്പെട്ടു എന്നുള്ളത് അവർക്കവിടെ ബോധ്യമാവുകയാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷ്ണുവിന് വിഷം കൊടുത്തത് മധുശ്രീയാണ് എന്നുള്ളത് അവിടെ കാർത്തിക പറയുന്നുണ്ട്. അത് കാർത്തികയോട് മധുശ്രീ അവിടെ വെച്ച് സങ്കേതത്തിൽ വെച്ച് പറയുണ്ടായിരുന്നല്ലോ, അതിനുള്ള തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ തെളിവ് ശാലിനി ഹാജരാക്കുന്നുണ്ട്. അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ വീഡിയോ എടുത്തത്, തൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്തത് അവിടെ ഹാജരാക്കുന്നുണ്ട്. തുടർന്ന് മധുശ്രീയെയും ചന്ദ്രബോസിനെയും അവിടെ കോടതി ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രബോസിനെ സസ്പെൻഡ് ചെയ്യുകയും ജയിൽ ശിക്ഷയ്ക്കോ അങ്ങനെ എന്തോ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടാകുന്നത്. പിന്നീട് ജഡ്ജി പറയുന്നുണ്ട്, ഇങ്ങനെ കുറ്റാരോപിതനായ വിഷ്ണുവിനെ നിരുപാധികം കോടതി വെറുതെ വിടുന്നു എന്നിങ്ങനെ വിധി പറയുകയാണ്. അന്നേരം എല്ലാവർക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. മധുശ്രീയും ചന്ദ്രബോസിനെയൊക്കെ അങ്ങ് പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം തുടർന്ന് അവർ കോടതി പിരിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സത്യഭാമയെ ഒട്ടും അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ശാലിനിയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുകയാണ്, തന്നെ രക്ഷിച്ചതിന് നന്ദി എന്നോണം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയെ മൈൻഡ് ചെയ്യാതെ വിഷ്ണു തിരികെ അങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സത്യഭാമ വീട്ടിലെത്തുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്ന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. തൻ്റെ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ശാലിനി എവിടെയാണോ അവിടെ മാത്രമേ താൻ ജീവിക്കുകയുള്ളൂ, ഇനി അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണില്ല, ഭാര്യയോടൊപ്പം ജീവിക്കണം, ശാലിനി തനിക്ക് വേണം എന്നുള്ളത്, ഇനി അമ്മയ്ക്ക് വേണ്ടി ശാലിനിയെ നഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വിഷ്ണു വീട് വിട്ട് പോകാനായിട്ട് അവിടെ തയ്യാറാകുന്നു. കുറേയേറെ വാക്കുകൾ സത്യഭാമയ്ക്ക് നേരെ പറയുന്നുണ്ട്. അന്നേരം ഭാമയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടം വരികയാണ്. രാഘവൻ നായരും രോഹിത്തും ഈ പപ്പിയും രണംപിള്ളയും പൊന്നിയും ശ്യാമയും എല്ലാവരും ഉണ്ട് ഉമ്മറത്ത്. തുടർന്ന് ആകെ വിഷമിക്കുന്ന സത്യഭാമയാണെങ്കിൽ അവിടെ സമ്മതിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഭാമ അവിടെ പറയുന്നത്, ശാലിനിയെ വീട്ടിലേക്ക് വരുന്ന കാര്യം ഈ അമ്മയൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സങ്കടം സഹിക്കാതെ ഭാമ ഇങ്ങനെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന കാണിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്കും വിഷ്ണുവിനും ആകെ അങ്ങ് സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. സത്യഭാമയുടെ ആ ഒരു തീരുമാനത്തിൽ എല്ലാവരും മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. രാഘവൻ നായർക്ക് ആകെ ഒരു ആശ്വാസമാവുകയാണ്. വിഷ്ണു തുടർന്ന് അവിടെ ഒന്നും പോകുന്നില്ല, ബാഗൊക്കെ ആയിട്ട് അകത്തേക്ക് പോവുക തന്നെയാണ് ചെയ്യുന്നത്. പപ്പിമോൾക്കും സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശാരദാമ്മയാണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നിങ്ങൾക്കിനി ഒന്നിച്ച് ജീവിച്ചുകൂടെ എന്നിങ്ങനെ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുമ്പോൾ വരട്ടെ എന്നുള്ളൊരു രീതിക്ക് ശാലിനി ഇരിക്കുന്ന അവരുടെ വീട്ടിലായിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ഈ സന്തോഷ വാർത്ത ശാലിനിയെ അറിയിക്കാനായിട്ട് ശാരദാമ്മയുടെ കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ട്. വിഷ്ണു ബുള്ളറ്റിലാണ് വരുന്നത്. ബുള്ളറ്റിൽ വളരെ സന്തോഷത്തിലാണ് വിഷ്ണു വരുന്നത്. വണ്ടി നിർത്തി ഇങ്ങനെ വിഷ്ണു അകത്തേക്ക് കയറുന്നുണ്ട്. ആ ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ ശാലിനി ഇങ്ങനെ ഓടി വിഷ്ണുവിൻ്റെ ആ വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം വിഷ്ണുവിന് ശാലിനിയെ കണ്ടിട്ട് ആകെ സന്തോഷം തന്നെയാണ്. പറയുന്നുണ്ട്, അമ്മ വരുന്നു ഇവിടേക്ക്, തന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്
വിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ ശാലിനിക്ക് അതിലേറെ സന്തോഷമാവുകയാണ്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്, വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് ശാലിനി എടുത്തങ്ങ് പൊക്കുകയാണ്. തൻ്റെ 2 കൈകളിലേക്കും ശാലിനി എടുത്തങ്ങോട്ട് പൊക്കി വട്ടം കറക്കുന്നുണ്ട്. ആ ഒരു സീനാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് പ്രൊമോയിൽ വന്ന ഭാഗങ്ങളാണ്, ഒക്കെ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. വിഷ്ണു കുടുംബശ്രീയിലേക്ക് വരുന്നതും ഈ സത്യഭാമ സമ്മതിക്കുന്നതും ഒക്കെ പ്രൊമോയിലെ വിശേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ശാലിനിയെ കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ള രീതിക്ക് തന്നെയാണ് സത്യഭാമ നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഭാമ വീട്ടിലേക്ക് വരുമ്പോൾ ഈ സത്യയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സത്യയെ അംഗീകരിക്കാനായിട്ട് അന്നേരവും അവിടെ ഭാമ തയ്യാറാകില്ല. പക്ഷേ ശാലിനിയെ കൊണ്ടുപോകാനാണ് ഭാമ വരുന്നത്. അപ്പോൾ സത്യ ഇല്ലാതെ ശാലിനി പോകില്ല എന്നവിടെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഗോപാലകൃഷ്ണനും പറയും സത്യയും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ ശാലിനി വരികയുള്ളൂ എന്നുള്ളത്. തുടർന്ന് അവിടെ ഒരു ചെറിയ സീനൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വിഷ്ണുവും വരും. ഈ സംഭവം വിഷ്ണു വളരെ സന്തോഷത്തോട് വീട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ശാലിനി അമ്മ കൊണ്ടുവരും എന്നുള്ളൊരു രീതിക്ക്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണനും സത്യഭാമയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. തുടർന്ന് വിഷ്ണു ഇവിടേക്ക് വരും. അപ്പം സത്യം അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ആ ഒരു ചെറിയ പ്രശ്നത്തിൽ വീണ്ടും കുറച്ചുകൂടി നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ വെളിവാകുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. എന്താണെന്നറിയില്ല, C5 എപ്പിസോഡ് വരുന്നില്ല. 2-3 ദിവസമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. ഉടനെ ലോഡ് ചെയ്യുമെങ്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.